സോ നമ്മൾ ആദ്യമേ ടെസ്റ്റിംഗ് ഇക്വാളിറ്റി ഓഫ് മീൻസ് ഓഫ് എ പോപ്പുലേഷൻ ലാർജ് സാമ്പിളിന്റെ കേസിലുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തായിരുന്നു പഠിച്ച ടെസ്റ്റിംഗ് ഇക്വാളിറ്റി ഓഫ് മീൻ ആണ്. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ്? H0 μ1 ഈക്വൽ ടു μ2 ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ടൈപ്പ് H1 ഉണ്ട് അല്ലെ, നമുക്കറിയാം. μ1 ഈക്വൽ ടു μ2 എന്ന് പറഞ്ഞാൽ രണ്ട് പോപ്പുലേഷന്റെ മീൻസ് സെയിം ആണോ എന്നാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ ലാർജ് സാമ്പിൾ ആയതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക് ടി എന്ന് പറയുന്നത് ഏതാ? x1 ബാർ മൈനസ് x2 ബാർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് σ1 സ്ക്വയർ ബൈ n1 പ്ലസ് σ2 സ്ക്വയർ ബൈ n2 ആണ്. ഇനി നമ്മൾ ഇത് ഏത് ടേബിളിലാണ് നോക്കുന്നത്? N01, അതായത് നോർമലിന്റെ ടേബിളിലാണ് നോക്കുന്നത്. പിന്നെ ഇനി നമുക്ക് ഓരോ കേസിനനുസരിച്ച് ഓരോ ക്രിട്ടിക്കൽ റീജിയൻസും ഉണ്ട്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ. നമുക്ക് ഇതിന്റെ ഓരോ പ്രോബ്ലംസ് നോക്കാം. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് പ്രോബ്ലം ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ദ മീൻ ഹൈറ്റ് ഓഫ് 100 soldiers ഫ്രം സ്റ്റേറ്റ് എ വാസ് ഫൗണ്ട് ടു ബി 176.8 centimeter. അതായത് മീൻ ഹൈറ്റ് ഓഫ് 100 സ്റ്റുഡൻസ് ഫ്രം 100 soldiers ഫ്രം സ്റ്റേറ്റ് എ. സ്റ്റേറ്റ് എയിലെ 100 സോൾജേഴ്സിന്റെ മീൻ ഹൈറ്റ് ആണ് 176.8. From another state B, the mean height was observed as 175.7 centimeter for a group of 150 soldiers. അടുത്ത സ്റ്റേറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ് ആണ് ബി. ആ രണ്ടാമത്തെ സ്റ്റേറ്റിലെ സോൾജിയേഴ്സിന്റെ മീൻ ഹൈറ്റ് 175.7 ആണ്. എത്ര സോൾജിയേഴ്സിന്റെ? 150 സോൾജിയേഴ്സിന്റെ. അസ്യൂമിംഗ് ദാറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഹൈറ്റ് ഇൻ ദ എൻറ്റയർ കൺട്രി വാസ് 6.9. അതായത് മൊത്തം കൺട്രിയിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 6.9 ആണ്. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് വെദർ there is any significant difference between the mean heights of the soldiers from two states. ഈ രണ്ട് സ്റ്റേറ്റ്സിലെ സോൾജേഴ്സ് തമ്മിലുള്ള മീൻ ഹൈറ്റ് തമ്മിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് പറയുവാണെങ്കിൽ സ്റ്റേറ്റ് എ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബി ഉണ്ട് ആണല്ലോ. അപ്പം സ്റ്റേറ്റ് എയും സ്റ്റേറ്റ് ബിയും രണ്ട് പോപ്പുലേഷനും. അപ്പൊ ആ രണ്ട് പോപ്പുലേഷന്റെ സോൾജിയേഴ്സിന്റെ എണ്ണം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ N1 ആദ്യം എഴുതാം. N1 എന്ന് പറയുന്നത് സ്റ്റേറ്റ് എയിലെ സോൾജിയേഴ്സിന്റെ എണ്ണം എത്രയാണ്? 100. ഇനി N2 ആരാ? സ്റ്റേറ്റ് ബിയിലെ സോൾജിയേഴ്സിന്റെ എണ്ണം അത് എത്രയാണ്? 150. ഇനി അതുപോലെ തന്നെ സ്റ്റേറ്റ് എയിലെ 100 സോൾജിയേഴ്സിന്റെ മീൻ ആണ് തന്നിരിക്കുന്നത് 176.8. അപ്പം 100 സോൾജിയേഴ്സ് എന്ന് പറയുന്നത് സാമ്പിൾ ആണല്ലോ. അപ്പൊ ആ സാമ്പിളിന്റെ മീൻ അല്ലേ തന്നിരിക്കുന്നത് 176.8. അതായത് x1 ബാർ ആണ് തന്നിരിക്കുന്നത് 176.8 എന്നാണ്. അതുപോലെ തന്നെ x2 ബാർ നോക്കിയാൽ രണ്ടാമത്തെ സ്റ്റേറ്റിലെ 150 സോൾജിയേഴ്സിന്റെ മീൻ ഹൈറ്റ് ആണ് 175.7. അപ്പൊ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം സാമ്പിളിനെ പറ്റിയിട്ടാണോ പോപ്പുലേഷനെ പറ്റിയാണോ സംസാരിക്കുന്നത്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് അസ്യൂമിംഗ് ദാറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഹൈറ്റ് ഇൻ ദ എൻറ്റയർ കൺട്രി. ഈ സ്റ്റേറ്റ് എയും സ്റ്റേറ്റ് ബിയും ഉള്ളത് എവിടെ? നമ്മുടെ ഒരു രാജ്യത്താണ്. ആ രാജ്യത്തിന്റെ മൊത്തം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് 6.9 എന്നുള്ളത്. അതായത് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ പറഞ്ഞിരിക്കുന്നത് ഈ 6.9. അതായത് ഇവർ ഈ സ്റ്റേറ്റിനെ പറ്റിയൊന്നുമല്ല സംസാരിക്കുന്നത്. അസ്യൂമിംഗ് ദാറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഹൈറ്റ് ഇൻ ദ എൻറ്റയർ കൺട്രി, മൊത്തം രാജ്യത്തെ ഹൈറ്റ്, അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് 6.9. അപ്പോൾ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മൊത്തത്തോടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം σ1ഉം σ2ഉം ഇവിടെ ഈക്വൽ ആണ്. കാരണം പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മൊത്തത്തോടെ തന്നിരിക്കുന്നത് ആണ്. ഇനി നമുക്ക് എന്താ ടെസ്റ്റ് ചെയ്യേണ്ടത്? ടെസ്റ്റ് വെദർ there is any significant difference between the mean height of the soldiers. ഇവരുടെ മീൻ ഹൈറ്റുകൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ H0 എന്താണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഈ ഹൈറ്റുകൾ തമ്മിൽ ഈക്വൽ ആണെന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ H0 എഗൻസ്റ്റ് നമ്മുടെ H1 എന്തായിരിക്കും? കൂടുതലാണോ കുറവാണോ എന്നല്ല ചോദിച്ചിരിക്കുന്നത്, ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ μ1 ഈക്വൽ ടു μ2 പറയുന്നത് സെയിം ആണെന്നുള്ളത്. അപ്പൊ നമ്മുടെ H1 എന്തായിരിക്കും? μ1 നോട്ട് ഈക്വൽ ടു μ2 ആയിരിക്കത്തില്ലേ? ഇത് സെയിം അല്ല എന്ന് പറയുന്നതല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ടു ടെയിൽഡ് ടെസ്റ്റ് എന്ന് പറയാം. μ1 നോട്ട് ഈക്വൽ ടു μ2 ടു ടെയിൽഡ് ടെസ്റ്റ് ആയത് എന്തുകൊണ്ടാണ്? μ1 നോട്ട് ഈക്വൽ ടു μ2 എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഗ്രേറ്റർ ആവാം അല്ലെങ്കിൽ ലെസ് ആവാം, അതുകൊണ്ട്. അപ്പം ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് H0 μ1 ഈക്വൽ ടു μ2 അഗൈൻസ്റ്റ് H1 μ1 നോട്ട് ഈക്വൽ ടു μ2. N1 തന്നിട്ടുണ്ട് ആദ്യത്തെ സാമ്പിളിന്റെ സൈസ്, N2 തന്നിട്ടുണ്ട് രണ്ടാമത്തെ സാമ്പിളിന്റെ സൈസ്. അതുകൊണ്ട് തന്നെ ഇത് ലാർജ് സാമ്പിൾ ആണെന്ന് മനസ്സിലാക്കാം. ഇനി മൊത്തത്തിൽ നമുക്ക് സിഗ്മയുടെ വാല്യൂ ആണ് 6.9 തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ σ1ഉം σ2ഉം ഈക്വൽ ആണ്. പിന്നെ ഈ രണ്ട് പോപ്പുലേഷന്റെ എന്താണ് മീനും തന്നിട്ടുണ്ട്, സാമ്പിളിന്റെ മീനും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഏതാ?
നമ്മൾ പഠിച്ച ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഏതാ? ടി ഈസ് ഈക്വൽ ടു x1 bar minus x2 bar divided by root of sigma 1 square by n1 plus sigma 2 square by n2 എന്നുള്ള. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ കേസിൽ ഇവിടെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 6.9 by 100 plus 6.9 by 150 എന്ന് എഴുതാം. എന്നിട്ട് 6.9 കോമൺ അല്ലേ, അതുകൊണ്ട് നമുക്ക് അതിനെ റൂട്ടിന്റെ പുറത്ത് എഴുതാം. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാ തന്നെ അല്ലേ, പക്ഷെ നമ്മുടെ ഇവിടെ ഒരു മിസ്റ്റേക്ക് നമ്മൾ പറഞ്ഞു. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാ തന്നത്, അതുകൊണ്ട് 6.9 സ്ക്വയർ എന്ന് എഴുതുന്നതും തെറ്റില്ല. കാരണം സിഗ്മ അല്ലേ തന്നിരിക്കുന്നത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ സിഗ്മയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 6.9 സ്ക്വയർ ആയിരുന്നു. സിഗ്മ 1ഉം സിഗ്മ 2 ആണ് 6.9. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് സിഗ്മ 1 സ്ക്വയർ അല്ലേ, അതുകൊണ്ട് 6.9 സ്ക്വയർ. മേളിൽ എന്ത് വരും? x1 ബാർ എന്ന് പറയുന്നത് ഏതാണ്? 176.8 ആണ് മൈനസ് 175.7. അപ്പൊ ന്യൂമറേറ്ററിൽ 176.8 മൈനസ് 175.7 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ എന്ന് പറയുന്നത് 6.9 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 എന്ന് പറയുന്നത് 100 പ്ലസ് അടുത്ത സിഗ്മ 2 സ്ക്വയർ എന്ന് പറയുന്നത് 6.9 സ്ക്വയർ ഡിവൈഡഡ് ബൈ n2 എന്ന് പറയുന്നത് 150. അപ്പൊ നമുക്ക് ആൻസർ 1.23 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ടിയുടെ വാല്യൂ. അപ്പൊ ടിയുടെ വാല്യൂ എത്രയാണ്? 1.23. ഇനി നമ്മൾ ഏത് ടേബിളിലാണ് നോക്കേണ്ടത്? നോർമൽ ടേബിളിലാണ് നോക്കേണ്ടത്. നമുക്കിവിടെ ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആൽഫയുടെ വാല്യൂ 0.05 എന്നാണ് നമ്മൾ എടുക്കുന്നത് ആണല്ലോ. ഇത് 2 ടൈൽഡ് ടെസ്റ്റ് അല്ലേ, അപ്പൊ നമുക്ക് ആൽഫ ബൈ 2 കണ്ടുപിടിക്കണം. ആൽഫ ബൈ 2ന്റെ വാല്യൂ 0.025. ഇനി നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്? ആ ഗ്രാഫ് വരയ്ക്കുക അല്ലേ എന്നല്ലേ. എങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്നത്? നോർമലിന്റെ ഗ്രാഫ് വരച്ചു. ഇത് 0.025 ആണ് ഈ റീജിയൻ അല്ലെ, 0.025 ആണ് ഈ റീജിയൻ. അപ്പൊ ഈ റീജിയൻ എന്ന് പറയുന്നത് 0.5 നിന്ന് 0.025 മൈനസ് ചെയ്യണം. അത് എത്രയായിരുന്നു? 0.475 വരും. 0.475 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ഓർഡിനേറ്റ് എവിടെ നിന്ന് കിട്ടും? സൈഡിൽ നോക്കണം അല്ലെ. 0.475 നടുക്ക് നോക്കണം. അതാണ് ഏരിയ അല്ലെ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇസഡ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് 1.96 വരും. അപ്പൊ നമ്മളുടെ CR നോക്കാം. ഇനി നമ്മുടെ H1 എന്തായിട്ടാണ് എടുത്തത്? μ1 നോട്ട് ഈക്വൽ ടു μ2 എന്നാണ് എടുത്തത്. അപ്പൊ അല്ലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള CR ഏതാ? മോഡുലസ് ഓഫ് T ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ആൽഫ ബൈ 2 എന്ന് പറയുന്നതാണ് നമ്മുടെ CR. മോഡുലസ് ഓഫ് ടിയുടെ വാല്യൂ 1.23 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96. ഈ കണ്ടീഷൻ ശരിയാണോ? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കണ്ടീഷൻ തെറ്റാണ്. അപ്പൊ അതിന്റെ അർത്ഥം CR ഫോൾസ് അല്ലേ. CR ഫോൾസ് ആവുന്ന കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അക്സെപ്റ്റ് H0 ശരിയാന്നുള്ള. CR എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ റീജിയൻ ആണ്. CR ട്രൂ ആകുമ്പോൾ ആണ് നമ്മൾ റിജക്ട് ചെയ്യുന്നത്. CR ഫോൾസ് ആകുമ്പോൾ അക്സെപ്റ്റ് ചെയ്യണം. എന്തായിരുന്നു H0? μ1 ഈക്വൽ ടു μ2 എന്നുള്ളതായിരുന്നു നമ്മുടെ H0. അതായത് അതിന്റെ അർത്ഥം എന്താണ്? there is no significant difference. അതായത് ഇത് രണ്ടും സെയിം ആ, മീൻ തമ്മിൽ സെയിം ആണെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? there is no significant difference between the mean height. Significant difference between mean height എന്നുള്ളതാണ് നമ്മുടെ കൺക്ലൂഷൻ. അപ്പൊ ഫോർ എക്സാമ്പിൾ അല്ല നമുക്കൊരു അസ്യൂം ചെയ്യാം CR ട്രൂ ആകുന്ന കേസ് എന്ന് വിചാരിച്ചു നോക്കിയാൽ. CR ട്രൂ എന്ന് പറഞ്ഞാൽ നമ്മൾ H0 റിജക്ട് ചെയ്യും. H0 റിജക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ H0 തെറ്റാ. അപ്പൊ H1 അല്ലേ ശരി? H1 എന്തായിരുന്നു? μ1 നോട്ട് ഈക്വൽ ടു μ2 എന്നാ. അപ്പൊ അതിന്റെ കൺക്ലൂഷൻ എന്താണ്? there is significant difference. അതായത് μ1 ഉം μ2 സെയിം അല്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവിടെ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കിക്കോണം. CR ട്രൂ ആയാൽ, അതായത് ക്രിട്ടിക്കൽ റീജിയൻ ശരിയായിട്ട് വന്നാൽ, ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിജക്ഷൻ റീജിയൻ. അപ്പൊ CR ട്രൂ ആയിട്ട് വന്നാൽ നമ്മൾ അവിടെ റിജക്ട് ചെയ്യുവാണ് ചെയ്യേണ്ടത്. ഇവിടെ CR ഫോൾസ് ആയിട്ടാണ് വന്നത് അല്ലെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ the mean yield of wheat from district A was 210 with standard deviation 10 per acre from a sample of 100 plots. ഒന്നുകൂടെ നോക്കാം. ഡിസ്ട്രിക്ട് എയില് അല്ലെ, ഡിസ്ട്രിക്ട് എയില് വീറ്റിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പൊ മീൻ ഈൽഡ് ഓഫ് വീറ്റ് ഫ്രം ഡിസ്ട്രിക്ട് എ, ആദ്യത്തെ ഡിസ്ട്രിക്റ്റിലെ വീറ്റിന്റെ മീൻ ഈൽഡ് എന്ന് പറയുന്നത് 210 ആണ്. വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 എന്ന് പറഞ്ഞാൽ ഈ മീൻ നമ്മൾ
ഡിസ്ട്രിക്ട് എയിലെ വീറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 ഫ്രം എ സാമ്പിൾ ഓഫ് 100 പ്ലോട്ട്സ്. 100 പ്ലോട്ട് നോക്കിയതിൽ അല്ലെ. അപ്പൊ ആദ്യത്തെ ലൈനിൽ തന്നെ നമുക്ക് എന്ത് എഴുതാം? N1 എന്ന് പറയുന്നത് 100 ആണ് എഴുതാം. നമ്മളിവിടെ 100 പ്ലോട്ടാണ് കൺസിഡർ ചെയ്തത്. ആ 100 പ്ലോട്ടിലെ വീറ്റിന്റെ മീൻ എന്ന് പറയുന്നത് x1 ബാർ അല്ലെ, അത് 210 ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 എന്നാ പറഞ്ഞത്. അതായത് ഈ 100 പ്ലോട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ S1 അല്ലെ 10, S1 ആണ് 10. അതുപോലെ തന്നെ അടുത്ത് എന്താ പറയുന്നത്? ഇൻ അനദർ ഡിസ്ട്രിക്ട് ബി ദ മീൻ ഈൽഡ് വാസ് 200 വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12 ഫ്രം എ സാമ്പിൾ ഓഫ് 150 പ്ലോട്ട്സ്. നമ്മൾ രണ്ടാമത്തെ ഒരു ഡിസ്ട്രിക്ട് എടുത്തു അല്ലെ. അവിടുത്തെ സാമ്പിൾ, അതായത് അവിടെ നമ്മൾ 150 പ്ലോട്ട് ആണ് നോക്കിയത്. ഈ 150 പ്ലോട്ടിലെ മീൻ എന്ന് പറയുന്നത് x2 ബാർ എന്ന് പറയുന്നത് 200 ആണ്. വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12, അതായത് S2 ആണ് 12. ഇനി അസ്യൂമിങ് ദാറ്റ് the standard deviation of yield in the entire state was 11, അതായത് മൊത്തം സ്റ്റേറ്റിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 11 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൊത്തം സ്റ്റേറ്റിലെ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ അല്ലേ ഇവിടെ തന്നിരിക്കുന്നത്. മൊത്തം സ്റ്റേറ്റിലെ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ കേസിൽ നമുക്ക് സിഗ്മ 1ഉം സിഗ്മ 2ഉം ഈക്വൽ ആയിട്ട് എഴുതാം. സിഗ്മ 1ഉം സിഗ്മ 2ഉം ഈക്വൽ ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 11 ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്? നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? എൻറ്റയർ സ്റ്റേറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ S1ഉം S2ഉം എടുക്കേണ്ട ആവശ്യമില്ല. S1ഉം S2 എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ സിഗ്മ തന്നിട്ടുള്ളത് കൊണ്ട് സിഗ്മ 11 ആണ് എടുക്കും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ടെസ്റ്റ് വെദർ there is a significant difference between the mean yield of the crops in two districts. ഇവിടെ നമുക്ക് നോക്കേണ്ടത് മീന് തമ്മിൽ ഡിഫറൻസ് ഉണ്ടോന്ന്. അപ്പൊ നമ്മുടെ H0 എന്ന് പറയുന്നത് μ1 ഈക്വൽ ടു μ2 എന്നുള്ളതാണ്. H1 എന്ന് പറയുന്നത് μ1 നോട്ട് ഈക്വൽ ടു μ2 എന്നുള്ള ടു ടൈൽഡ് ടെസ്റ്റ് ആണ്. N1 N2 എഴുതി, x1 ബാർ x2 ബാർ എഴുതി. എന്താണ് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്? T is equal to x1 bar minus x2 bar divided by root of sigma 1 square by n1 plus sigma 2 square by n2 എന്നുള്ള. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x1 ബാർ എന്ന് പറയുന്നത് 210 മൈനസ് 200 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ സിഗ്മ ആയിരുന്നു തന്നത്. അപ്പൊ സിഗ്മ 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 11 സ്ക്വയർ ബൈ n1 എത്രയാണ് 100 പ്ലസ് 11 സ്ക്വയർ ബൈ n2 എത്രയാണ് 150. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് 7.04 എന്നുള്ള വാല്യൂ കിട്ടുന്നത്. 7.04 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആൽഫയുടെ വാല്യൂ 0.05 ആയിട്ട് എടുക്കും. ഇത് ടു ടൈൽഡ് ടെസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ആൽഫ ബൈ 2 കണ്ടുപിടിക്കണം. ആൽഫ ബൈ 2 എത്രയാ? 0.025. അപ്പോൾ നമുക്ക് ഇസ് ആൽഫ ബൈ 2 1.96, നേരത്തെ ചെയ്ത പോലെ തന്നെ 1.96 എന്ന് വരും. ഇനി നമ്മുടെ CR എന്താ? നമുക്ക് μ1 നോട്ട് ഈക്വൽ ടു μ2 ആയിരുന്നു നമ്മുടെ H1. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള CR മോഡുലസ് ഓഫ് T ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു T ആൽഫ ബൈ 2 എന്നുള്ളത്. അപ്പൊ മോഡുലസ് ഓഫ് ടിയുടെ വാല്യൂ 7.04 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു T ആൽഫ ബൈയുടെ വാല്യൂ 1.96. ഈ കണ്ടീഷൻ ശരിയാണോ? 7.04 അല്ലേ വലുത്. അപ്പൊ CR ട്രൂ ആണ്. നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ ശരിയാണ്. ക്രിട്ടിക്കൽ റീജിയൻ ശരിയാണെങ്കിൽ, ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ റിജക്ഷൻ റീജിയൻ ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ H0നെ റിജക്റ്റ് ആ ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ റിജക്ട് H0 എന്ന് പറഞ്ഞാൽ നമ്മുടെ H0 തെറ്റാ. പിന്നെ ആരാ ശരി? H1 ആണ് ശരി അല്ലെ. H1 അല്ലേ ശരി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? H0 തെറ്റായാൽ ഇവരുടെ മീൻ സെയിം ആണോ? H0 എന്ന് പറഞ്ഞാൽ μ1 ഈക്വൽ ടു μ2 എന്നുള്ളത്. ഇത് തെറ്റാന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മീൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മുടെ കൺക്ലൂഷൻ എന്താ? മീൻ yield ഓഫ് ക്രോപ്പ് ഇസ് ഡിഫറെന്റ് ഇൻ ടു ഡിസ്ട്രിക്ട്സ്. നമുക്കൊരു വൺ ടൈൽഡ് ടെസ്റ്റിന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ 50 children were given special diet for a certain period and control group of 50 other children were given normal diet. അപ്പോൾ 50 ചിൽഡ്രന് നമ്മൾ സ്പെഷ്യൽ ഡയറ്റ് കൊടുത്തു, വേറെ ഒരു 50 ചിൽഡ്രന് നമ്മൾ നോർമൽ ഡയറ്റ് കൊടുത്തു. അപ്പൊ നമുക്ക് രണ്ട് പോപ്പുലേഷൻ ഇവിടെ ഉള്ളത് അല്ലെ. ഒന്ന് സ്പെഷ്യൽ ഡയറ്റ് കൊടുത്തൊരു പോപ്പുലേഷനും പിന്നെ ഉള്ളത് നോർമൽ ഡയറ്റ് കൊടുത്തൊരു പോപ്പുലേഷൻ. Their average gain in weight were found to be 7.2 and 5.7 respectively. റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗ്രൂപ്പിന്റെ മീൻ ആണ് 7.2. അപ്പം സ്പെഷ്യൽ ഡയറ്റ് കൊടുത്തത് x1 ബാർ ആയിട്ട് എടുക്കാം, അവരുടെ മീനാണ് 7.2. നോർമൽ ഡയറ്റ് കൊടുത്തത് x2 ബാർ ആയിട്ട് എടുത്താൽ അവരുടെ മീനാണ് 5.7. ആൻഡ് ദർ കോമൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ഗെയിൻ ഇൻ വെയിറ്റ് വാസ് 2. അതായത് രണ്ട് പേരുടെയും കോമൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പം സിഗ്മ 1ഉം
സിഗ്മ 2 ഈക്വൽ ആണ്, അത് സിഗ്മയാണ്, അതിന്റെ വാല്യൂ 2 ആണ്. കോമൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ രണ്ടിന്റെയും വാല്യൂ കോമൺ ആയിട്ട് 2 എന്ന് എടുത്തത്. ഓക്കെ, ഇനി നമുക്കിവിടെ x1 ബാർ 7.1 തന്നിട്ടുണ്ട്, x2 ബാർ 5.7 തന്നിട്ടുണ്ട്. അപ്പോൾ പോപ്പുലേഷൻ വേരിയൻസ് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് t is equal to x1 bar minus x2 bar divided by sigma square into 1 by n1 by 1 by n1 plus 1 by n2 എന്നാണ് റൂട്ടിനകത്ത്. ഓക്കെ, ഇവിടെ നമ്മൾ സിഗ്മ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തത് സിഗ്മ സ്ക്വയറിന്റെ വാല്യൂ സെയിം ആയതുകൊണ്ടാണ് പുറത്തോട്ട് എടുത്തത് കേട്ടോ. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഏതാണ് x1 bar minus x2 bar divided by root of സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2 എന്നുള്ള ഫോമിൽ ചെയ്താലും നമുക്ക് 3.75 എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത്. ഇനി ഒന്ന് നോക്കിയാൽ നമ്മളുടെ ഇവിടുത്തെ h1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? h1 എന്താ വരുന്നത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ അസ്യൂമിങ് നോർമാലിറ്റി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ യു കൺക്ലൂഡ് ദാറ്റ് ദ സ്പെഷ്യൽ ഡയറ്റ് റിയലി പ്രൊമോട്ടഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ h1 എന്ത് വരും? സ്പെഷ്യൽ ഡയറ്റ് കഴിച്ചത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ സ്പെഷ്യൽ ഡയറ്റ് അല്ലെ ആദ്യത്തെ x1 ബാർ സിഗ്മ 1 ഒക്കെ എടുത്തത് സ്പെഷ്യൽ ഡയറ്റിന്റെ കേസിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് μ1 ഈക്വൽ ടു μ2, അതായത് നമ്മൾ ഇവിടെ പറഞ്ഞത് h0 μ1 ഈക്വൽ ടു μ2 ആണ്, അതായത് രണ്ടു പേരുടെയും മീന് സെയിം ആണെന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് എന്താ ടെസ്റ്റ് ചെയ്യേണ്ടത്? h1 എന്താ ടെസ്റ്റ് ചെയ്യേണ്ടത്? μ1 ഗ്രേറ്റർ ദാൻ μ2. എന്തുകൊണ്ടാണ് അവിടെ ഗ്രേറ്റർ ദാൻ വന്നത്? സ്പെഷ്യൽ ഡയറ്റ് ആണല്ലോ μ1, സ്പെഷ്യൽ ഡയറ്റിന്റെ മീനാണ് μ1. അപ്പൊ സ്പെഷ്യൽ ഡയറ്റ് കഴിച്ചത് കൊണ്ട് വെയിറ്റ് കൂടിയോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം μ1ന്റെ മീനല്ലേ വലുതായിട്ടിരിക്കേണ്ടത്. അതുകൊണ്ടാണ് h1 μ1 ഗ്രേറ്റർ ദാൻ μ2 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വൺ ടൈൽഡ് ടെസ്റ്റാ അല്ല. μ1 ഗ്രേറ്റർ ദാൻ μ2 എന്ന് പറഞ്ഞാൽ μ1 വലുതാണോ എന്നാ ചോദിച്ചിരിക്കുന്നത്. μ2നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും μ1 എന്നാണ് എപ്പോഴും വരുന്നത്. അതുകൊണ്ടാണ് അത് വൺ ടൈൽഡ് ടെസ്റ്റ് ആയത്. ഇനി നോക്കിയേ, അപ്പൊ h1 എന്ന് പറഞ്ഞാൽ μ1 ഗ്രേറ്റർ ദാൻ μ2 ആണ്, അതായത് ഇത് വൺ ടൈൽഡ് ടെസ്റ്റ് ആണ്. ഇവിടെ ആൽഫയുടെ വാല്യൂ തന്നിട്ടില്ല, ആൽഫയുടെ വാല്യൂ 0.05 ആണ്. വൺ ടൈൽഡ് ടെസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ μ1 ഗ്രേറ്റർ ദാൻ μ2ന് t ഗ്രേറ്റർ ദാൻ z ആൽഫ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആൽഫ മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ എന്താണ്, നമ്മളുടെ ഗ്രാഫ് വരച്ചു, നടുക്ക് 0. ഇനി ഈ റീജിയൻ ആണ് z ആൽഫ, ഇതാണ് നമ്മുടെ ഓർഡിനേറ്റ് z ആൽഫ. ഇതിന്റെ ഈ റീജിയന്റെ പ്രോബബിലിറ്റി എത്രയാ? 0.05. നേരത്തെ കേസിൽ നമുക്ക് ആൽഫ ബൈ 2 ആയിരുന്നു കണ്ടുപിടിക്കണം, ഇവിടെ നമുക്ക് z ആൽഫയെ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ റീജിയൻ എത്രയാ? 0 തൊട്ട് z ആൽഫ വരെ 0.5 നിന്ന് 0.05 മൈനസ് ചെയ്യണം, അതായത് 0.45 ആണ്. അപ്പൊ 0.45 നമ്മൾ നടുക്ക് നോക്കുമ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡിനേറ്റ് ആയിട്ട് 1.65 അല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ z ആൽഫയുടെ വാല്യൂ 1.65 ആണ്. ഇനി നമുക്ക് CRൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. CR t ഗ്രേറ്റർ ദാൻ z ആൽഫ എന്നായിരുന്നു. ടിയുടെ വാല്യൂ 3.75 ആണ്, ഗ്രേറ്റർ ദാൻ 1.6 എന്ന് വരും. അപ്പോ ഇത് CR ട്രൂ അല്ലേ? ഈ കണ്ടീഷൻ ശരിയല്ലേ? CR ട്രൂ ആയാൽ റിജക്ഷൻ റീജിയനിലാണ് വന്നത് അല്ലെ? റിജക്ഷൻ റീജിയനിൽ വന്നാൽ എന്ത് ചെയ്യണം? റിജക്ട് ചെയ്യണം. റിജക്ട് h0 എന്തായിരുന്നു? μ1 ഈക്വൽ ടു μ2 എന്നുള്ളതായിരുന്നു. അത് തെറ്റാ അല്ലെ? ഇത് റിജക്ട് ചെയ്ത് കളഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? μ1 ഗ്രേറ്റർ ദാൻ μ2. എന്തുകൊണ്ടാണ് μ1 ഗ്രേറ്റർ ദാൻ μ2 വന്നത്? h0 റിജക്ട് ചെയ്താൽ ആരെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്? h1നെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഇവിടുത്തെ h1 എന്തായിരുന്നു? μ1 ഗ്രേറ്റർ ദാൻ μ2 എന്നുള്ളതായിരുന്നു h1. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? സ്പെഷ്യൽ ഡയറ്റ് കൊണ്ട് വെയിറ്റ് കൂടി, ദാറ്റ് ഈസ് സ്പെഷ്യൽ ഡയറ്റ് പ്രൊമോട്ട്സ് വെയിറ്റ് എന്നുള്ളതാണ് നമ്മുടെ ഇതിനകത്തെ കൺക്ലൂഷൻ. ഇനി അടുത്ത നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇവിടെയും ചോദിച്ചിരിക്കുന്നത് സെയിം കേസ് തന്നെയാണ്. വൺ ടൈൽഡ് ടെസ്റ്റിന്റെ μ1 ഗ്രേറ്റർ ദാൻ μ2 എന്നുള്ള കേസാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ പഠിച്ച പോലെ തന്നെ, ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആവറേജസ് ഓഫ് ടു സാമ്പിൾ സിഗ്നിഫിക്കൻറ്റ്ലി സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ്, അതായത് ഇവിടുത്തെ ആവറേജ് സെയിം ആണോ അല്ലയോ എന്ന് നോക്കുന്ന കേസ് ആദ്യമേ പഠിച്ച പോലത്തെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക.